ഗൈസ് ഇത്രേ ഉള്ളൂ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് ഓർഡർ ഓർഡർ. നല്ല അല്ലു അർജുൻ സ്റ്റൈലിൽ ധം ധം ഹണ ഹണ ഡിസ് ഹണ ഹണ ഹണ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്റാർട്ടിക്ക. മച്ചന്മാരെ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടുന്നിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇതിൽ മെയിനായിട്ട് വില്ലന്മാരെന്നത് മരങ്ങളാണ് ഗൈസ്. ഞാൻ ഒരിക്കലും മരങ്ങളെ കുറ്റം പറയാല ഗൈസ്, കാരണം മനുഷ്യന്മാരുടെ ക്രൂര പ്രവർത്തനങ്ങൾ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ആരും ലൈക്ക് അടിച്ചിട്ടില്ല. ഹലോ ഗൈസ്, ഹൗ ആർ യു ആൻഡ് ഗൈസ്, ഈ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ സത്യം പറയാലോ ഭയങ്കര ഒരു ഫീൽ ഗൈസ്, ഒരു ഫീൽ ഗുഡ്. പഴയ ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ അക്കൗണ്ടിലേക്കൊക്കെ കയറിയ പോലെ വരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ മഴ പെയ്ത പോലെ. ഗൈസ്, ബൈ ദ വേ, നമ്മുടെ ഇത് വേൾഡ് കപ്പ് തുടങ്ങിയില്ലേ ഗൈസ്? നിങ്ങൾ ഏതാ ടീമിലൊക്കെ താഴെ കമന്റ് അടിച്ച് കയറി വാ ഗൈസ്. നമ്മളെ കമന്റ് ബോക്സ് ഭരിക്കാൻ മാത്രം ഏത് ടീമാണല്ലേ നമുക്ക് അറിയണ്ടേ? നിങ്ങൾ എല്ലാവരും കമന്റ് ഇട് ഗൈസ്, നിരത്തിയിട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കമാൻ. ഓക്കെ, എന്താ ഗൈസ്, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ മൊണ്ണയാവാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു മൊണ്ണേനെ ഉണ്ടാക്കാം. ഗൈസ്, എന്നെ പോലുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം സ്വയം ഒരു മൊണ്ണയാണെന്ന് വിശ്വസിക്കുന്നവരല്ല ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. മനസ്സിലായി? അതിലൊരു പാരഡോക്സ് ഉണ്ട് ഗൈസ്. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, എന്റെ മോനെ ഇത് കുറെ സ്റ്റൈൽ ചെയ്യാൻ കേട്ടോ. ഇവനൊന്ന് ശരിപ്പെടുത്താനുണ്ട് ഗൈസ്. ഇത് മൊട്ടക്കൻ, ഇത് മിടുക്കൻ, ഇത് ഫ്രീക്കൻ, ഇത് ചുള്ളൻ, ഇത് ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടി. അപ്പൊ നേരെ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ കമാൻ ഹയ്യമ. ഓക്കെ, മരം നിപ്പുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. കാരണം മരങ്ങളാണ് ഇതിൽ സീന്. കാരണം പക്ഷെ ചില മരത്തിന്റെ അടുത്ത് പോയാൽ മാത്രമേ സീനുള്ളൂ, പക്ഷെ ചില മരത്തിന്റെ അടുത്ത് പോയാൽ സീനില്ല. ഓക്കെ ഗൈസ്, ഇത് ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങൾ ഓൾറെഡി മറ്റേ ട്രെയിലർ കണ്ടിട്ടുണ്ടാവില്ലേ എന്തൊക്കെ സംഭവിച്ചു നോക്കിയതാ. ഇവിടെയൊക്കെ കുറേ മരങ്ങൾ കിട്ടോ, പക്ഷെ ഇവന്മാരൊക്കെ നല്ല പാവങ്ങളാ. കണ്ടോ, അവന്മാരൊക്കെ മുത്തും മണികളാ, ചുച്ചുടുകളാ, ഒന്നും ചെയ്യൂല. ചിലവന്മാരുണ്ട് അടുക്കാൻ കൊള്ളില്ല, ഉടക്കാൻ ഒട്ടും കൊള്ളില്ല, തല്ലിപ്പൊളികൾ. ഗൈസ്, ദേവിടെ അടുത്ത് നിൽപ്പുണ്ട്, പക്ഷെ ഇവനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ അടിയായി നടക്കാം. എപ്പടി? പോട്ടെ. ഗൈസ്, അതൊരു ട്രാപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഇനി അടിക്കാൻ പറ്റൂല, ഇനി നമ്മളെ പറ്റിക്കാൻ കഴിയൂല. പോലെ പറ്റിച്ച്. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ഗുഡ് ബൈ, അറ്റൻഷൻ. ഗൈസ്, ഒരാവതൊക്കെ അത് തുടക്കത്തിൽ എല്ലാവർക്കും പറ്റും, പക്ഷെ ഇനിയാണ് കളി. ഇവന്റെ ഒക്കെ കളി നമ്മളടുത്ത്. എടാ കൊച്ചിർക്ക, എടാ മരത്തുനിന്നൊക്കെ തോക്കുന്ന് കൊന്നടാ, വീണ്ടും ട്രാപ്പിൽ വീണു പോയടാ ഞാൻ. അല്ല, പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇനി നമ്മൾ എങ്ങനെ അപ്പുറത്തോട്ട് കളക്കും? കാരണം അതിൽ കൂടെ പോകാൻ പറ്റില്ല, ദൂരത്തൂടെയും പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും ഇനി നമ്മൾ? എന്താ രാമേന്ദ്ര പ്രശ്നം? അടി സക്കേ മടുത്ത്. ഇതിപ്പോ എത്ര മണിക്കൂറാണ് കളിക്കുന്നത് തന്നെ. എടാ, അത്രയ്ക്കും വലിയ ന്യൂബൊന്നും അല്ലടാ ഞാൻ. ഇത് അടുത്ത ലെവൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. ഇത് തീരണ്ടേ ഇത്? ഗൈസ്, ഇനി ഈ ഗെയിമിന് മാപ്പില്ല. 1 2 വാടാ. ഇനി അടുത്ത് തോക്കോ മലയോ കൊന്നോ എന്താന്ന് വെച്ചാവോ. 3 എടാ ഇനിയിപ്പോ എങ്ങോട്ടാ പോണ്ടേ ഗൈസ്? ഒന്ന് നമുക്ക് അപ്പായിനെ പോവാ. തന്നെ പോയി നോക്കാം. ചെക്ക് പോയിന്റ് കാണ്. എടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോടാ. അല്ല പിന്നെ അവന്റെ ഒടുക്കത്തൊക്കെ ഒരു ഗെയിം പോടാ. അവന്റെ റേജ് വെയിറ്റ് ഗെയിം ഗൈസ്. പിന്നല്ല നമ്മളടുത്ത കളി ലെവല് മാറി. എടാ ഇതൊക്കെ എന്താടാ? സൂപ്പർമാന്റെ മരോ മാറി ഗൈസ്. ലെവല് മാറിട്ടോ, ലെവല് വേറെ ലെവലായി. പറന്നടിക്കുന്ന മരൊക്കെ ഇറങ്ങി. ഇനി കളി മാറും. സീനില്ല. ഇതൊക്കെ സിമ്പിൾ ചീള് കേസ്. മാറി നിക്കടാ. പിന്നല്ല ഗൈസ്, ഇപ്പൊ കിടലായിട്ടോ ഗെയിം. എടാ ഈ വെടിവെച്ചാൻ കോവിൽ ചങ്ങായി പോയില്ല ഇതുവരെ. ഗൈസ്, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അതായത് രണ്ട് എടാ ഇതേതാ പുതിയ മരമൊക്കെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ. ഓക്കെ, സീനില്ല. പോട്ടെ. നമ്മളെടുത്ത കളി ഇതൊക്കെ നമ്മ കാണിച്ചു തരാ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം. പോനെ പോ ഉണ്ണിക്കുട്ട. ഓട് ഉണ്ണിക്കുട്ട. യെസ്, കേറി. ഇപ്പൊ തന്നെ തട്ടിയനെ. ഗൈസ്, ഞാൻ കുറേ നേരം നിങ്ങളോട് കാര്യം പറഞ്ഞു വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഗൈസ്, ഈ മരത്തിന്റെ ശക്തി തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഗൈസ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ പറക്കുന്ന മരം വരുന്നു. എടാ ഇതെന്താണത്? 18ാം പടിയോ ഗൈസ്? അടുത്ത ചെക്ക് പോയിന്റ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കളി ഫാസ്റ്റായി. കളി അൾട്രാ ഫാസ്റ്റ് ഷാഡായി.
എല്ലാത്തിനെയും തൂക്കും, എല്ലാത്തിനെയും പിടിച്ച് പിന്നല്ല മാറി നിൽക്കട എല്ലാണോ. അക്കോർഡിംഗ് ടു സയൻസ് എടാ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരം പ്ലക്കി വിടുന്നത് എന്തൊരു കഷ്ടമാണ്. അതായത് 3 സംഭവമുള്ള മരം നമ്മളെ വെടിവെക്കൂല. കണ്ടോ, ഈ 2 തലയുള്ളവൻ മാത്രമേ നമ്മളെ വെടിവെക്കുള്ളൂ. കണ്ടോ ഗൈസ്, സത്യം ഗൈസ്. ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ഇനി നമ്മളെ കളി നടക്കൂല. ഉണ്ണിക്കുട്ടൻ അയ്യോ ശിവണേ. ഓക്കെ കഴിച്ചലായി. എടാ ഇനി വലിയ സിമ്പിൾ ആട്ടോ. അതായത് നമ്മൾ സ്റ്റെപ്പ് കയറുന്നു, മരം കാണുന്നു, മരം തട്ടാതെ സ്റ്റെപ്പ് ഇറങ്ങുന്നു, ഓടി. എടാ ചുണ്ണിക്കുട്ട, മരം തട്ടാതെ ഇവനൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് എൻ്റെ പൊന്നു കർത്താവ്. ഇത് ഈ റൗണ്ടിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കളി പഠിച്ചല്ലോ. നമ്മുടെ ഉണ്ണിക്കുട്ടന് ഉഷാറാണ്. കാരണം കണ്ട ചെക്ക ബുള്ളറ്റൊക്കെ വിട്ട് കളയണ കണ്ട ഗൈസ്, ദിസ് ഈസ് ദ പവർ ഓഫ് ഉണ്ണിക്കുട്ടൻ. യെസ് ബഡി കമാൻഡർ മഹേഷേ. അയ്യോ ശിവണേ, ജസ്റ്റ് മിസ്. ഓക്കെ കണ്ട ഗൈസ്, ഇത് ഉണ്ണിക്കുട്ടൻ അപ്ഗ്രേഡഡ് വെർഷനാ, വെർഷൻ 2.0. ഗൈസ് പതിയെ മോനു പതിയെ. മരം വരുന്നു, മാറുന്നു. അയ്യവാ ഉസാറ് സെറ്റട മുത്തേ, കേരള മുത്തേ. ഇനി എന്താണോ ഒരാള്. കണ്ട ഗൈസ്, ഇത്രേ ഉള്ളൂ സംഭവം. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് കിള്ള സാധനട്ടോ. അതൊക്കെ നമുക്ക് ആ വഴി പോയാലോ പ്രശ്നമുള്ളൂ. നമുക്ക് താഴെ കൂടെ പോകാലോ. യാരും തൊടമാട്ടെ. എന്താപ്പം ഉണ്ടായേ? ഞാനങ്ങോട്ട് പോയി, സംഭവം അങ്ങോട്ട് പാളി. ഇനിയിപ്പോൾ സീനില്ല, നമുക്ക് ഈ കൂടെ പോയൊക്കെ. ഇനി ഇപ്രാവശ്യം നമുക്ക് വഴി മാറ്റാം, ബൈപ്പാസ് കൂടെ പോവാം. ഹൈവേ വേണ്ട, ഹൈവേ മാറ്റി. എടാ മരം വളർന്നു വന്നൊക്കെ അടിക്കുന്ന നാസന്റെ അടുത്ത് പോലും ഇല്ലേ ടെക്നോളജി. എടാ ഇത് എന്തൊക്കെയാടാ ഈ സംഭവിക്കുന്നേ? എടാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമൊക്കെയാണ്. അതാ അയ്യോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായി നടക്കുന്നത്. എടാ ശരിക്കും ഇത്രയും ദേഷ്യം ഉണ്ടാവുമോ മരങ്ങൾക്ക് നമ്മളെ അടുത്ത്? തെങ്ങിനൊക്കെ എയിമ്പോട്ടൊക്കെ ഉണ്ടെങ്കിലും അല്ലേ? എൻ്റെ പൊന്നേ കായസൊരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു ദിവസം വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ഒരു തേങ്ങ എൻ്റെ നേരെ ഒരു 10-15 കിലോമീറ്റർ സ്പീഡിൽ വരുന്നു. ഞാൻ നോക്കുമ്പോൾ എന്താ തെങ്ങൊന്നുമില്ല അടുത്ത്. പിന്നെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാ ഇവിടുന്ന് പോരാളിയാണ് എറിയുന്നത്. പുള്ളിക്കാരൻ്റെ ഫോൺ 5 വർഷമായി അപ്ഡേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഒരു ദിവസം ചെറിയമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്തായി, വൈഫൈ കിട്ടി, സാധനം അപ്ഡേറ്റ് ആയി. പുള്ളിക്കാരി തുറന്നു നോക്കുമ്പോൾ ആരാൻ്റെ ഫോൺ പോലെ. ഞാനെന്താ പിടിച്ച് തിരിച്ചെന്ന് പറഞ്ഞ ആകെ സീനി. അല്ല ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഓ ഞാൻ പറഞ്ഞ മരമൊക്കെ വളർന്നു വന്നടിക്കുക, പറന്നടിക്കുക, എന്തരത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കോയിനെ കളക്ട് ചെയ്തിട്ടോ, അത് വേറെ കാര്യം. ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് നമ്മളെ ജസ്റ്റ് മിസ്സാണേ. ആ മരം ഇപ്പം നെഞ്ചത്ത് കയറിയാനെ. എടാ ഡബിൾ ദമാക്കേ, ട്രിപ്പിൾ ഷോട്ട് പടക്കൊക്കെ ആണല്ലോ. ഓക്കെ നെക്സ്റ്റ് പോടാ മാറി നിക്കട. എടാ ഐക്ക് 300, റിഫ്ലക്സ് 200. ഇത് മറ്റേ സൂപ്പർ ഫാസ്റ്റും പുഞ്ചിരി ബസ്സും കൂട്ടിയിടിച്ചവിടെ. ഓക്കെ അത് അടുത്ത പുഞ്ചിരി. ബാക്കി ഗെയിം കളിക്ക് എത്ര പണിയില്ല. അമ്പോ വലിയ ആളാ വന്ന് കുമ്പിട്ടത് കണ്ടില്ലേ, മതിയടാ വിട്ടേക്കട തന്നെ. ഗൈസ് ഇനി അടുത്ത ചെക്ക് പോയിന്റ് കാണാതെ വണ്ടി നിർത്തൂല. നല്ല അല്ലു അർജുൻ സ്റ്റൈലിൽ കേരള ഉള്ളിൽ കേരള മുത്തുമണിയേ. എവിടെ പോയോ ഉണ്ണി നീ എവിടെയാ? വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമ്മൾ പയ്യനെ സേഫായിട്ട് വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റിൽ കാണുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ, റൈറ്റിൽ കാണുന്നത് ബുള്ളി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് ഞാൻ പാർട്ട് 2 ചെയ്യണോ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.